പ്രായം കൂടുന്നത് തടയാനും ചർമ്മത്തിന് തിളക്കം എന്നും നിലനിർത്തുവാനും എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കുവാനും ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത്? ഏറ്റവും വലിയ ആന്റി ഏജിങ് തെറാപ്പിയാണ് കർക്കിടക മാസത്തിലെ സുഖചികിത്സകൾ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര IAS. കേരളത്തിൽ കർക്കിടകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? തകർത്തു പെയ്യുന്ന മഴയും കാറ്റ് താടുന്ന തെങ്ങുകളും പിന്നെ നല്ല ചൂടുള്ള കർക്കിടക കഞ്ഞിയുടെ മണവും സുഖചികിത്സയും ഒക്കെയല്ലേ? പണ്ടൊക്കെ കർക്കിടകം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസമായിരുന്നു, പണികളൊന്നുമില്ലാതെ ആളുകൾ വീട്ടിലിരിക്കുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഈ കർക്കിടക മാസത്തിന് പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഋതുചര്യ എന്നുള്ളത്. അതായത് മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ശരീരത്തെയും ജീവിതശൈലിയെയും മാറ്റിയെടുക്കുക. എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ തന്നെ നമ്മൾ ഈ ചികിത്സകളൊക്കെ ചെയ്യുന്നത്? ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന യഥാർത്ഥ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ ഇതിൻ്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോ മുഴുവനായി കാണുക, കാരണം നിങ്ങളുടെ ആരോഗ്യത്തിന് ഇത് പുതിയൊരു തുടക്കമായിരിക്കും. എന്താണ് കർക്കിടകം? ആയുർവേദത്തിൽ ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ വിസർഗകാലത്തിൻ്റെ തുടക്കമാണ്. കഠിനമായ വേനൽക്കാലം കഴിഞ്ഞ് ശരീരം പെട്ടെന്ന് തണുപ്പിലേക്ക് മാറുന്ന സമയം. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ദഹനശേഷി വളരെ ദുർബലമായിരിക്കും. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി, അതായത് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് പനി, സന്ധിവേദന, ദഹനക്കേട് എന്നിവയെല്ലാം ഈ സമയത്ത് കൂടുതലായി കാണപ്പെടുന്നത്. ഈ അവസ്ഥയിൽ ശരീരത്തെ പഴയ പോലെ ഊർജ്ജസ്വലമാക്കാനും ഇടിഞ്ഞുകൂടിയ വിഷാംശങ്ങൾ പുറന്തള്ളുവാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത്. ഇതിനെ ഒരു ബോഡി സർവീസിംഗ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമ്മൾ വണ്ടി എല്ലാ കൊല്ലവും കൂടുമ്പോൾ കൃത്യമായി സർവീസ് ചെയ്യാറില്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തെയും വർഷത്തിലൊരിക്കൽ സർവീസ് ചെയ്യുന്നു. അടുത്തത്, എന്താണ് കർക്കിടക ചികിത്സയുടെ പ്രധാന ഗുണങ്ങൾ? പ്രധാനമായും 5 ഗുണങ്ങളാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമത്തെ ഗുണം വിഷാംശം പുറന്തള്ളുക, അതായത് ഡീടോക്സിഫിക്കേഷൻ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും അല്ലെങ്കിൽ ജീവിതശൈലിയിലൂടെയും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നുണ്ട്. കർക്കിടകത്തിലെ സ്നേഹപാനം, സ്വേദനം, വസ്തി എന്നീ പഞ്ചകർമ്മ ചികിത്സകളിലൂടെ ശരീരത്തിൽ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ പുറന്തള്ളുവാൻ സാധിക്കും. രണ്ടാമത്തെ ഗുണം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയത്ത് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. ഔഷധക്കഞ്ഞിയും രസായന ചികിത്സകളും വഴി ശരീരത്തിന്റെ ഓജസ് വർദ്ധിപ്പിക്കുകയും വരാൻ പോകുന്ന ഒരു വർഷകാലത്തേക്ക് രോഗങ്ങളെ ചെറുക്കുവാനുള്ള കരുത്ത് ശരീരം നേടുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഗുണം വാതരോഗങ്ങൾക്കും സന്ധിവേദനകൾക്കും ആശ്വാസം. മഴക്കാലത്ത് പലർക്കും മുട്ടുകളിലും വിരലുകളിലും ബാക്കി എല്ലാ സന്ധികളിലും വേദന കൂടുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. വാദം കൂടുന്നത് കൊണ്ടാണ് ഇവ സംഭവിക്കുന്നത്. ഇലക്കിഴി, ഞവരക്കിഴി, പിഴിച്ചിൽ തുടങ്ങിയ ചികിത്സകൾ വഴി പേശികൾക്കും സന്ധികൾക്കും ബലം ലഭിക്കുകയും വേദനകൾക്ക് ശാശ്വതമായിട്ടുള്ള ശമനം ലഭിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ ഗുണം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, ഡീസ്ട്രെസ്സിങ്. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഈ ചികിത്സ ഗുണം ചെയ്യുന്നു. ശിരോധാര പോലുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ നാഡീവ്യൂഹങ്ങൾ ശാന്തമാവുകയും സ്ട്രെസ് ഹോർമോണുകൾ കുറയുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ സ്ട്രെസ് അനുഭവപ്പെടുന്നവർക്കും ഇവ വളരെ ഉപകാരപ്രദമാണ്. അഞ്ചാമത്തെ ഗുണം യൗവനവും ചർമ്മകാന്തിയും നിലനിർത്തുന്നു, ആന്റി ഏജിങ്. ശരീരത്തിലെ കോശങ്ങളെ പുനർജീവിപ്പിക്കാൻ കർക്കിടക ചികിത്സയ്ക്ക് സാധിക്കും. ഇത് ചർമ്മത്തിന് തിളക്കം കൂട്ടുവാനും അകാല വാർദ്ധക്യം തടയുവാനും സാധിക്കും. അടുത്തത്, കർക്കിടക കഞ്ഞിയും ഭക്ഷണക്രമവും നോക്കാം. ചികിത്സകൾ മാത്രം പോരാ, കർക്കിടകത്തിൽ ഭക്ഷണക്രമവും വളരെ പ്രാധാന്യമേറിയതാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിയാണ്. നവരേരി, ചെറുപയർ എന്നിവയോടൊപ്പം ദശപുഷ്പങ്ങൾ, ഉലുവ, ആശാളി, ജീരകം, ചുക്ക്, കുരുമുളക് തുടങ്ങിയ ഒട്ടനവധി ഔഷധങ്ങൾ ചേർത്താണ് ഇവ തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ ദഹനശേഷി കൂട്ടാനും ആവശ്യത്തിന് പോഷകങ്ങൾ നൽകുവാനും സാധിക്കും. ഈ സമയത്ത് കട്ടി കൂടിയ ഭക്ഷണങ്ങൾ, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, ആഹാരങ്ങൾ എന്നിവ പരമാവധി ഒഴിവാക്കണം. എളുപ്പത്തിൽ ദഹിക്കുന്നതും ചൂടുള്ളതുമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക.
ഒരു പ്രധാന കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, കർക്കിടക ചികിത്സ എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ ചെയ്യേണ്ട ഒന്നല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ശരീരപ്രകൃതി നോക്കി, അതായത് വാതപിത്ത കഫദോഷങ്ങൾ നോക്കി അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ചികിത്സ നിശ്ചയിക്കേണ്ടത്. അതുകൊണ്ട് സ്വയം ചികിത്സയായിട്ട് ഇവയൊന്നും ചെയ്യരുത്. അടുത്തുള്ള ഒരു അംഗീകൃത ആയുർവേദ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഉചിതമായിട്ടുള്ള ചികിത്സകൾ തിരഞ്ഞെടുക്കുക. ഈ കർക്കിടക മാസം നിങ്ങളുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു അവസരമായി മാറ്റുക. ശരീരം ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ആരോഗ്യപ്രദമായ ഒരു കർക്കിടക മാസം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.